ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറിവ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് പ്രോട്ടീൻ പൗഡർ ആയിട്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു പൗഡർ കൊണ്ട് നമുക്ക് 3 ടൈപ്പ് റെസിപ്പീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്തിട്ടുള്ളത് വാൾനട്ട് കേട്ടോ. നമ്മുടെ കയ്യിലോ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹെൽത്തിയാണ് കേട്ടോ. അത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ എല്ലാ ഐറ്റംസും നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി അടുത്തത് എടുക്കുന്നുണ്ട് പിസ്ത കേട്ടോ. ഇതിൻ്റെ അളവെന്നെ പറഞ്ഞു കൊടുക്കണമെന്നില്ല, മെഷർമെൻറ്റൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. കുറച്ചുണ്ടാക്കിയാൽ മതി കേട്ടോ, കൂടുതൽ നല്ല പൗഡറായിട്ട് കിട്ടും കേട്ടോ. ഒരു 250 ഗ്രാമോ 100 ഗ്രാമോ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത് തന്നെ നമുക്കൊരു മാസം ഉണ്ടാവേ. പിസ്തയും റോസ്റ്റായിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. പിന്നെ റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഇല്ല, നമുക്ക് സെയിം പാനിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ടേ. ഇത് 1 കപ്പ് കാട്ടു, കുറച്ച് കുറവുണ്ട് കേട്ടോ. 250 ഗ്രാമിൻ്റെ കപ്പില്ലേ, അതുകൊണ്ടാണ് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കൾക്ക് കൊടുക്കാം കേട്ടോ, പാലിൽ വെച്ചിട്ട് കൊടുക്കാം. എല്ലുകൾക്ക് നല്ല പാലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെയാണോ വൈകുന്നേരം 1 ഗ്ലാസ് പാലിലോ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെ കഴിക്കണമെന്ന്. ഇതെല്ലാം കൂടിയിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണേ. കുറച്ച് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കാണുമ്പോഴത്തെ ഒരു 10 മിനിറ്റിലോ വീഡിയോ ഒന്നുമില്ല, ഇത് കുറച്ച് സമയം എടുക്കും. ഇതെല്ലാം കൂടിയിട്ട് റോസ്റ്റ് ചെയ്യണത് 10 മിനിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത് കുറച്ച് സമയം എടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ബാദാം എടുത്തിട്ടുണ്ട് കേട്ടോ. ബാദാമാണ് തൊലി കളഞ്ഞത് എടുത്തിട്ടുണ്ട്. തൊലിയിലൂടെ ബാദാം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി, റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. മൊത്തത്തിൽ എനിക്ക് ഇതെല്ലാം കൂടിയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും കേട്ടോ. ഇതെല്ലാം റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളെടുത്തിട്ടുള്ളത് സൺഫ്ലവറിൻ്റെ സീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. സെയിം പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. സെയിം പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഇതിൻ്റെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പൊഴിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ തൊള്ളി നമുക്ക് കളയാം കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല.
ഇതെല്ലാം കൂടിയിട്ട് കണ്ട ചൂടാറിയ ശേഷം മാത്രമേ നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ കഴിച്ച് നോക്കിയിട്ടുണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കണ്ട ഇങ്ങനെ വേണം കേട്ടോ. നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ചാൽ പൊട്ടണം കേട്ടോ. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഞാൻ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്, കുറച്ചും പിന്നെ അങ്ങനെ ചേർക്കിടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ താല്പര്യം അനുസരിച്ചിട്ട് ചെയ്തിട്ടെടുത്താൽ മതി. ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് നമുക്ക് ഇതൊന്ന് പൾസ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പൗഡർ ആക്കണമെന്നില്ല. നന്നായിട്ട് പൗഡർ ആക്കുമ്പോൾ ഇതിനുള്ളിൽ ഇങ്ങനെ ഒറ്റ പിടിക്കും കേട്ടോ. നമ്മൾ മിക്സീൻ്റെ ചൂടും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിലെല്ലാം കുറച്ച് ഓയിൽ പോലത്തെ ഉണ്ടാവും, അതെല്ലാം കൂടിയിട്ട് ഒറ്റ പിടിക്കും കേട്ടോ. അത് കാരണം കൊണ്ട് നിങ്ങളിങ്ങനെ പൾസ് ചെയ്തിട്ട് ഒന്ന് എടുത്താൽ മതി, പൊടിച്ചെടുത്താൽ മതി. ഭയങ്കര ഫൈനായിട്ട് പൗഡർ ആക്കണതില്ല. ഞാൻ കുറച്ച് തരിതരിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ഫൈനാക്കാൻ പറ്റില്ല. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഓയിലും ഉണ്ടാവും, പിന്നെ നമ്മൾ മിക്സിൻ്റെ ചൂടുണ്ടാവും കേട്ടോ. അത് കാരണം കൊണ്ടാണ് അതിന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് മാത്രം അത് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഒരു മാസം ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലിട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. സ്മൂത്തി ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ട് കാണിക്കുകയാണ്. ഇപ്പോഴേക്ക് തന്നെ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ട ഇനി ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കാണിക്കാം കേട്ടോ. നല്ല തിളച്ച പാൽ വേണം കേട്ടോ. നന്നായിട്ട് ചൂടാക്കിയ പാലെടുക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മളിത് പ്രോട്ടീൻ പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി പ്രോട്ടീൻ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാൽ ഒഴിച്ചെടുക്കുക. പാൽ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയല്ലോ. ഇതൊരു ടിപ്പ് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ 3-4 ഐറ്റമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ഒറ്റ പൗഡർ ഉണ്ടാക്കിയെടുത്താൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേപോലത്തെ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ ഒരു ആപ്പിളും പിന്നെ കുറച്ച് പഴം പിന്നെ ഇത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സ്മൂത്തി ഉണ്ടാക്കണത് കാണിച്ചിട്ടില്ല, ഇട്ടുപോയി വീഡിയോ എടുത്തിട്ടില്ല, അതാണ് ഉണ്ടായത് കേട്ടോ. ഇനി നമുക്ക് പ്രോട്ടീൻ പൗഡർ ഒരു 2 കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ കയ്യിൽ 2 കയ്യിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനാണ് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കുമ്പോൾ സ്നാക്സായിട്ട് കൊടുത്തിടാൻ പറ്റും കേട്ടോ. ഒരു ബോൾ കഴിച്ചാൽ മതി. അതാണ് നമ്മൾ തരിതരിയായിട്ട് പൗഡർ ആക്കിയെടുത്തിട്ടുണ്ട്. ജിമ്മിലേക്ക് പോകാൻ ആൾക്കാരെങ്കിൽ ഒരെണ്ണം കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോയാൽ മതി കേട്ടോ. ബോക്സിലിട്ടിട്ട് കൊണ്ടുപോയാൽ മതി. ദിവസം ഒരു ലഡു പോലത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഒരെണ്ണം കഴിച്ചാൽ മതി. പിന്നെ പാലിൽ കുടിക്കുന്നതിന് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ മതി കേട്ടോ. ഇനി കുറച്ച് ഞാൻ ശർക്കര പാനീയം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കണ്ട, ഞാനൊരു ലഡു പോലത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ട, എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. കണ്ട, ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, മോൾക്ക് ഇഷ്ടം കേട്ടോ അത്. ഇത്രയില്ല കേട്ടോ. നമ്മൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതെ, മോൻ വന്നിട്ടുണ്ട് കേട്ടോ. അവനക്കിഷ്ടമായി, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു.